ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് അല്ലെങ്കിൽ ഗ്രീൻ റോസ്റ്റ് എന്നും പറയും. ഇത് അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇതൊരു 250 പച്ചക്കടലയാണ്. അത് തലേ ദിവസം വെള്ളത്തിലിട്ട് അത് കഴുകി ഊറ്റിയതാണ്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു ശകലം ഉപ്പ് ഇട്ടുകൊണ്ട് 2 വിസിലാക്കി എടുക്കുക. വിസിലേറരുത്. ഇങ്ങനത്തെ കുക്കറിന് 2 വിസിലേ ആക്കാവൂ. അധികം ഉടയാൻ പാടില്ല. ഇതിലേക്ക് വേണ്ടത് ഒരു 5 ഉള്ളി, മീഡിയം വലിപ്പമുള്ള 5 ഉള്ളി, ഒരു പകുതി തക്കാളി, 2 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഉള്ളി കട്ട് ചെയ്യുമ്പോൾ കറിക്ക് അരിയുന്ന പോലെ അരിയാൻ പാടില്ല. അതേമാതിരി ചെറുതായിട്ട് വരഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി അതേപോലെ എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ച് ചട്ടി ചൂടായതിനു ശേഷം ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ ഓയിൽ എന്താണോ ഉള്ളത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ആ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശകലം ഉപ്പിട്ട് ഇളക്കി കൊടുക്കുക. അധികം വാടരുത്, കുറച്ചൊരു കടിക്കുന്ന രീതിയിലുള്ള വാട്ട ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പിന്നെ കുറച്ച് ടൈം അടച്ച് വയ്ക്കാം. അതിന് ശേഷം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് പിന്നെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 3 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് ആദ്യം നമ്മൾ വേവിച്ച് വെച്ച് കടല ചെരിഞ്ഞു കൊടുക്കുക. കുക്കറിൽ വേവിച്ചതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അതും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതെല്ലാം കൂടെ അതിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം അത് വീണ്ടും നന്നായിട്ട് ഇളക്കി അതിൽ ഉപ്പ് പാകമാണോ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ശകലം ഉപ്പിട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് മുട്ട ചേർക്കണം. മുട്ട ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട, മുട്ട പറ്റുന്നവർക്ക് ചേർക്കാം. ഞാൻ മുട്ട ചേർക്കുന്നുണ്ട്. നാടൻ മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് അതൊന്ന് വേകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് സിമ്മിൽ വെക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്.